ദൈവം ചലിക്കാനാവാത്ത പൂക്കളെ പൂമ്പാറ്റകളാൽ ഒന്നിപ്പിച്ചു. ചലിക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് ദൈവം പൂമ്പാറ്റയെ പ്രേമം എന്ന വികാരമായി നൽകി. ബട്ടർഫ്ലൈസ് മെന്റലി മെന്റൽ, സോ ഈസ് ലവ്. പല പല വട്ടം മനസ്സിൽ ചൂടമടിച്ചവളെ ആദ്യമായി ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ലട. നീ നല്ലോണം പാട്ട് പാടല്ലോ, ഒന്ന് പാടട. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് ആരോരുമില്ല നേരത്ത് ചന്ദനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗം. നമ്മള് സത്യം പറഞ്ഞ പ്രേമത്തിന്റെ ലൊക്കേഷൻ തപ്പി വന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് അതാന്ന് പറയത്തില്ലല്ലേ, ആ അവസ്ഥയായി. ഒരു മനുഷ്യന്മാരും പറയില്ല. കാരണം ആ സിനിമയിലെ ആ പാലം ജോർജിന്റെയും മേരിയുടെയും ഒക്കെ ഒരു പ്രപ്പോസൽ സീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അതെ അതെ അതെ, ക്ലാസിക് ആയിരുന്നു. അതെ അതെ, ഏറ്റവും ഓർത്തു വെക്കുന്ന ഒരു സീനായിരുന്നു നമ്മുടെ ഗിരിരാജൻ കോഴിയുടെ സീൻ. എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴും മറക്കത്തില്ല. 12 കൊല്ലമായി. ആ മഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട് റോസാപ്പൂ ഒക്കെ പിടിച്ച്. ഇന്ന് നോക്ക്, അന്ന് ഭയങ്കര പച്ചപ്പൊക്കെ ആയിരുന്നു, ഇന്നെല്ലാം ഉണങ്ങിയ പുല്ലും. ഇപ്പൊ ഇത് അടച്ചിട്ടേക്കുവാണല്ലേ പാലം? ഫുള്ള് അടച്ചിട്ടേക്കാണ്. ഇപ്പൊ എനിക്ക് ആളുകൾ നടക്കാറുണ്ട്, പക്ഷെ സംഭവം പാലം മൊത്തം അടച്ചിട്ടേക്കും. ഇത് ആലുവ UC കോളേജ് വരെ എങ്ങാണ്ട് ഈ പാലം നീണ്ടു നിൽക്കുന്നുണ്ട്. 2 കിലോമീറ്റർ ദൂരം കണ്ടാണെന്നാ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഇവിടെ വെള്ളമടിയും ആയതുകൊണ്ട് അടച്ചിട്ടേക്കുവാണെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിക്കും, ഇപ്പൊ പ്രേമ സിനിമയില് ആ ആക്ടേഴ്സിന്റെ അത്രത്തോളം തുല്യ പ്രാധാന്യമുള്ള ഒരു പാലമായിരുന്നു ഇത്. അതെ അതെ, അന്ന് അത്രയും ഫേമസ് ആയിരുന്നു ഈ പാലം ശരിക്കും. ഇതിന്റെ മുകളിൽ വെച്ചായിരുന്നു ഇപ്പൊ മേരിയുടെ സീനുകളും. ജോർജും മേരിയും തമ്മിലുള്ള സീനുകൾ, ജോർജ് എന്താ പറയാ മേരിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതും പൂ കൊടുക്കാൻ പോകുന്നതും. പിന്നെ അതിനകത്ത് ഏറ്റവും കോമഡി ഉള്ള ഒരു സീനായിരുന്നു ഗിരിരാജൻ കോഴിയുടെ. അത് ഒരു രക്ഷയില്ല, ആ മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് അത് നമ്മൾ ആരും മറക്കില്ല. അപ്പൊ അത്രേ രംഗം. പക്ഷെ എനിക്കൊന്നും വേറെ സിനിമകളിലൊന്നും പിന്നെ ഈ പാലം വന്നിട്ടില്ലല്ലേ? ഇല്ല, പ്രേമം സിനിമയിലെ ഒരു ക്ലാസിക് ആണിത്. പ്രേമം സിനിമയുടെ പാലം. അങ്ങനെ തന്നെ ഇത് ഗൂഗിൾ മാപ്പിൽ പോലും പ്രേമം ബ്രിഡ്ജ് എന്നടിച്ചാ നമുക്ക് ഈ പാലത്തിലോട്ട് വരാം. എനിക്കൊന്ന് അവരുടെ മറ്റേ ആ ജോർജിന്റെയും കോരയുടെയും അവരുടെ ആ ഒരു മെയിൻ സ്പോട്ടും അവരുടെ ഒരു ഹാങ് ഔട്ട് സ്ഥലം പോലെ ഉള്ളത്. സൈക്കിൾ ഓടിച്ച് ഇതിലൂടെ പോകുന്നു. സൈക്കിൾ ഓട്ട് എനിക്ക് നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ഇല്ല, ഈ കമ്പിയൊക്കെ കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാ താഴെ ആയിരിക്കും, പിന്നെ പറയാൻ നമ്മളുണ്ടാവില്ല. പ്രേമം സിനിമയെ കുറിച്ച് ഓർക്കുമ്പോ നിനക്ക് ആദ്യം എന്താ ഓടിയെത്തുന്ന മനസ്സിൽ? എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം കുറെ കൾട്ട് സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അന്ന് വരെ ആളുകൾക്ക് താടി വളർത്തണ്ടായിരുന്നു, പെട്ടെന്ന് താടി വേണം എന്നായി, ബ്ലാക്ക് ഷർട്ട് വേണം എന്നുള്ളതായി. അങ്ങനെ ഒരു പിന്നെ ഈ 3 പേരുള്ള ഗ്യാങ് ക്രിയേറ്റ് ചെയ്യണം എന്നായി. അങ്ങനെ ഒരുപാട് കൾട്ടുകൾ കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു പ്രേമം. ഞാൻ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്ന കേട്ടില്ല, ഈ പാല് ശരിക്കും ഇങ്ങനെ നടക്കാൻ വേണ്ടിയുള്ളതല്ലായിരുന്നു, എന്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകുന്ന. പിന്നെ ആളുകൾ പിന്നെ അങ്ങ് നടക്കുന്നു എന്ന് വെച്ചാൽ അതിനു വേണ്ടി ഒരു പർപ്പസിനാക്കിയെന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പ്രേമം ഇറങ്ങുന്ന സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിലാണ്. നിശ്ചയിച്ച് അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആണോ? അടിപൊളി. നീ അങ്ങനെ എല്ലാരും വിചാരിക്കുന്നത് കാണാൻ വലിയ പ്രായമായെന്ന്. അത് വേണ്ട, എനിക്ക് ഈ കാലത്ത് ആരെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് നല്ലായിരുന്നു. നല്ല നടക്കാത്ത ആഗ്രഹം, ആളുകളെ പോലും കയറ്റി വിടുന്നില്ല. അപ്പൊ ഇതിനകത്തിന് കൂടി പ്രപ്പോസൽ സീൻ. അതിനകത്ത് അതിന്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, വെള്ളയും കറുപ്പും താടിയും, അങ്ങനെ നിവിൻ പോളി ഒരു എന്താ പറയാ, നിവിൻ പോളിയുടെ ലുക്ക് ഒരു എമേർജിങ് സ്റ്റാർ അന്നായിരുന്നു നിവിൻ പോളി. എനിക്ക് തോന്നുന്നു ലാലേട്ടന് ശേഷം ഇത്രയും വലിയൊരു പരിവേഷം കിട്ടുന്നത് പിന്നെ നിവിൻ പോളിക്ക് ആ സിനിമയിൽ കൂടി. നിവിൻ പോളിയുടെ ചിരി തന്നെ മതി. ആ ഒരു എന്താ പറയാ, ഈ പാലം കാണുമ്പോ എനിക്ക് പറയാം ആ ഒരു 2000 ആ സമയത്തെങ്ങാണ്ട് ആ സിനിമയെ കാണിക്കുന്നേ. പള്ളി കണ്ട ചേട്ടൻ അതെന്ന് അനിയത്തി പറയുമ്പോ അവൾ തിരിഞ്ഞു നോക്കുന്നു. കുറച്ച് എന്നിട്ട് സിനിമയുടെ അവസാനത്തെ അനിയത്തി തന്നെ കിട്ടുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ. എന്റെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ കിട്ടിയിട്ട്. പ്രേമ സിനിമക്ക് ശേഷം അനിയത്തി കിട്ടിയോ? ചേച്ചി പ്രണയിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പിള്ളേര് കെട്ടുപ്രായം കഴിഞ്ഞു വന്ന് ഓടിക്കുകയും പിന്നെ ഗിരിരാജൻ കോഴിയെ മറ്റേ ബാറ്റ് വെച്ച് തല്ലുകയൊക്കെ ചെയ്യുന്ന സീൻ ആ ബാക്കോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നിവിൻ പോളി കുത്തിയിരുന്നിട്ട് മുട്ട് കുത്തിയിട്ട് പൂ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ അവര്
ഇരിക്കണ്ട കാല് പോകുന്നു പറഞ്ഞു. ശരി തന്നെയല്ലേ? അതെ 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 മൊത്തം ജില്ലിയാ. നിങ്ങളുടെ എന്താ ജില്ലി തന്നെയാണോ പറയാ? അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനിപ്പോ എന്താ കോൺക്രീറ്റ്. ആ ശരിക്കും ശരിയല്ലേ? നല്ല നല്ല കാല് പോവും. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ വളരെ ചുരുക്കം സിനിമകളിലല്ലേ ഉള്ളൂ അവരുടെ അതിന്റെ ഒരു ലൊക്കേഷൻ കാരണം നമ്മളെ സിനിമകൾ. അതെ അതെ ഇത് തിന്നാൻ പറ്റുന്ന കായാണോ? ബിൻഷേ, പ്രേമം ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പ്രേമകാലം എങ്ങനെയായിരുന്നു? എന്റെ പ്രേമകാലം ഞാൻ നേരം മൊബൈലൊന്നും ഇല്ലടാ. ആ മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടം അങ്ങനെയല്ല. അപ്പൊ എന്തോ 80s അതല്ലടാ പോടാ. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് നമുക്ക് മൊബൈലൊന്നും വാങ്ങി തരില്ലല്ലോ. അന്നേരം ഈ ക്ലാസ്സിലുള്ള പ്രേമം. ക്ലാസ്സില് ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പയ്യന് മാർക്ക് കുറവായിരുന്നു. ഞാൻ കുറച്ച് പഠിക്കുമായിരുന്നു ക്ലാസ്സിൽ. പഠിപ്പും ഉഴപ്പനും തമ്മിലുള്ള പ്രണയം. അത് നേരം അവന് മാർക്ക് കുറയുമ്പോ അവന് എഴുന്നേറ്റ് നിർത്തുമായിരുന്നു മാർക്ക് കുറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ പോയി കരഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പൊ ഞാൻ പോയിട്ട് എംപോസിഷൻ ഒക്കെ എഴുതി കൊടുക്കുമ്പോ ഞാനും എഴുതി കൊടുക്കുമായിരുന്നു. എന്റെ ദൈവം, അന്നേരം ഫോണൊന്നും ഇല്ലാത്ത കാലത്തില്ലേ പ്രണയം എന്ന് പറയുമ്പോ ഒരു രസമാണ്. അത് പ്രണയമാണ്, ആഴത്തിലുള്ള പ്രണയമാണെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. ഒരു ക്ലാസ്സിലുണ്ടാവുന്ന ഒരു ക്ലാസിക് പ്രണയം. ഒരു ബെഞ്ചിൽ ഇരിക്കാൻ വിടില്ല ടീച്ചർമാർ, ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഓ നിങ്ങളുടെ ഗുരുകുല സമ്പ്രദായ പിന്നീടല്ലേ പിന്നെ PG ഒക്കെ പഠിക്കുമ്പോഴല്ലേ നമ്മള് ഒരുമിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങുന്നത്. ഇത് ഡിഗ്രി ഫൈനൽ ഇയർ. പപ്പടം എത്തി, അച്ചാറെത്തി, സലാഡെത്തി, ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നടാ ആ സമയത്ത്. ഇതാ സമയത്ത് പറയാമെന്ന് പറഞ്ഞു. അല്ലാതെ കുട്ടിക്കാലത്ത് അങ്ങനെ വീട്ടിൽ കണ്ടോ പ്രശ്നം. എടാ ഞാൻ നാട്ടിൽ കുറച്ചൊരു എന്താ പറയാ അങ്ങനെ ആരെയും നോക്കാത്ത അങ്ങനെ ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു. പിന്നെ വെറുതെ എനിക്കെല്ലാം വെറുതെ ടൈം പാസ് പ്രണയങ്ങളായിരുന്നടാ. പ്രേമത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കാലഘട്ടവും കാലവും. നിനക്കുണ്ടായിരുന്നോ ടൈം പാസ് പ്രണയം? ടൈം പാസ് പ്രണയം ഉണ്ടായിരുന്നല്ല. നമ്മളെല്ലാ പ്രണയം സീരിയസ് ആയിട്ട് നോക്കിയിട്ടുള്ളൂ. ചിലപ്പോ അവർക്ക് ടൈം പാസ് ആയിരുന്നു. അതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ ഒരാളെ പ്രണയിച്ച് ചിലപ്പോ 2 മാസം കഴിഞ്ഞാൽ അടുത്തയാളെ വെറുതെ അയാൾ പോവില്ല ക്ലാസ് മാറുമ്പോ അല്ലെങ്കിൽ എനിക്ക് ഇവനെ മതി. അപ്പൊ പറഞ്ഞു അതല്ലേ പറഞ്ഞ മതി എന്ന്. ഞാൻ അതും സീരിയസ് ആയിരുന്നു എന്താ വെച്ചാൽ. പക്ഷെ അറിയില്ലടാ ഇപ്പഴല്ലേ നമുക്ക്. എനിക്ക് എന്റെ ആദ്യം പറയുമ്പോ എനിക്ക് ഞാൻ 7ൽ പഠിക്കുന്നില്ല. ഞാൻ കൊച്ചായിരുന്നു. അത് നിങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ 7ലായിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു. അത് സീരിയസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മൾ ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ എന്താ പറയുന്നത്, ആളുകളോടുള്ള ഒരു അടുപ്പമല്ലേ അതൊക്കെ. അല്ലാതെ പ്രേമം എന്നൊന്നും പറഞ്ഞു കല്യാണം കഴിക്കണം അങ്ങനെയുള്ള പ്രണയങ്ങളൊന്നും ആയിരിക്കും. പക്ഷെ നമ്മുടെ നേരം നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. പിന്നെ പഠിക്കുന്ന സമയത്ത് കുറെ ക്ലാസ്സിലുള്ള പ്രണയങ്ങൾ എനിക്കല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം എന്റെ കാലത്ത് പ്രേമമായിക്കോട്ടെ, ബിൻഷേച്ചിയുടെ കാലത്ത് പ്രേമമായിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും പ്രേമത്തെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാസിഫൈ ചെയ്ത് തന്ന ഒരു സിനിമയായിരുന്നു പ്രേമം. അതുകൊണ്ടാണ് പ്രേമം എല്ലാവർക്കും ഇത്രയും ഫേവറേറ്റ് ആയത്. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയത് അങ്ങനെ. കാരണം അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഭയങ്കര കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ലൈഫിൽ ഒരു 3 പ്രേമം ആയിരിക്കും ജെന്യൂൻ ആയിട്ടൊക്കെ നോക്കുന്നത്. ഫസ്റ്റ് പ്രണയം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെന്താ എന്നുവെച്ചാൽ ഫസ്റ്റ് പ്രണയം എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് പ്രണയമാണല്ലോ. അന്നേരം നമ്മൾ ആദ്യമായിട്ട് ആണല്ലോ നമ്മൾ ആ പ്രണയം അറിയുന്നത്. പ്രണയത്തെ ആദ്യമായിട്ടാണല്ലോ. ആദ്യമായിട്ടാണ്. പിന്നെ പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാലേ ഞാൻ തുറന്നു പറയുന്നതിന് ഇപ്പൊ ആൾക്കാർ എന്തെങ്കിലും തോന്നും. ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വെറും എന്താ പറയാ ശരീരം നോക്കിയിട്ട് അങ്ങനെ സെക്ഷുവലി ഒക്കെയാണ്. പണ്ടൊന്നും അങ്ങനെയല്ല. മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടമായിരുന്നു, അടുപ്പായിരുന്നു. ഫോണ് വിളിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ടോക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആളുകൾക്ക് അത് വേണ്ട. അവർക്ക് ഇന്നെല്ലാം ഇന്ന് ഒരുപാട് പേരുകൾ ഉണ്ടല്ലോ. ഇന്ന് ഒരുപാട് പേരുണ്ട്. നമ്മളിന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ അങ്ങേറ്റം ഇങ്ങേറ്റം തീരത്തില്ല. എന്തൊക്കെയോ പേരുകളുണ്ട്. അതെ, ബെഞ്ചിങ്, സിറ്റുവേഷൻ, സോംബിങ്, അങ്ങനെ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാലേ നമ്മളൊക്കെ 90s കിഡ്സ് ആണല്ലോ. നീയല്ല. അതെ പ്രായം വല്ലാണ്ട് അങ്ങോട്ട് 2000 അല്ലേ? അതെ നീ 2K കിഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രേമം ബ്രിഡ്ജ് എല്ലാരും ഇത് കാണാം. പ്രേമത്തിന് ശേഷം എല്ലാരും കാണാൻ വരുന്നു. ഇവിടെ ഒരുപാട് പ്രണയം മുട്ടിട്ടുണ്ടെന്നാണ് പ്രണയം മൂത്തിട്ടുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇതിപ്പോ ഈ ഉണങ്ങിയ പുല്ലിന്റെ സ്ഥാനത്ത് പച്ച പുല്ലാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി എന്ത് രസമായിരിക്കും. ഭയങ്കര രസമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എടാ നീ എന്നെ നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണങ്ങിപ്പോയില്ലേ? സത്യം പറഞ്ഞ ഇത് തുറന്നു കൊടുത്താൽ നല്ലായിരുന്നു അല്ലേ ആൾക്കാർക്ക്, ഇങ്ങനെ പൂട്ടിയിടാതെ. പക്ഷേ ഈ പിള്ളേരെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയാ ആരും ഇല്ലല്ലോ. അപ്പുറത്ത് കാട് ഇപ്പുറത്ത് തെങ്ങ്
പിന്നെ കുറച്ച് വീടൊക്കെ ഉണ്ട് ഇപ്പൊ അല്ലേ? ഇതുവഴി പോകുന്നൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം കേട്ടോ. സത്യടാ ഭൂമി നോക്കണം, അപ്പുറത്ത് കൈവരിയൊന്നും ഇല്ല. അതെ, ഇത്ര ആളുകൾ നടക്കുന്ന ഒരു പാലമായിട്ട് കൂടി ഇവിടെ ഇപ്പം കൈവരിയൊന്നും ഇല്ല. ഇതിപ്പോ ഭയങ്കര ഡേഞ്ചറായി സത്യം പറഞ്ഞു. ഭയങ്കര ഡേഞ്ചറാ, നല്ല ആഴവും ഉണ്ട്. ഒരു ചേട്ടൻ നേരത്തെ പോകാൻ കണ്ടിട്ടില്ലേ, നടക്കുന്ന കണ്ടിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ നടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പാലത്തിന്റെ അടിയിലോട്ട് പോകുന്ന കണ്ടില്ല. നല്ലടാ, നടക്കുന്ന കണ്ടില്ലേ അങ്ങോട്ടേക്ക്. പക്ഷെ നല്ല വിഷ്വലി നല്ല ഭംഗിയുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു ഇതുവഴി 2 വീലർ ഒക്കെ പാസ് ചെയ്തോണ്ടിരുന്ന. അതന്നെ 2 വീലർ, പിന്നെ സൈക്കിള്. നിവിൻപോളിയുടെ വീട് ആലുവയിൽ തന്നെയാണല്ലോ. അവരൊക്കെ പണ്ട് തൊട്ടേ അവരുടെ ആ ടീം ഫുള്ള് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ട് കുറെ നാള് ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. അതായത് അൽഫോൺസ് പുത്രൻ അവരൊക്കെ അങ്ങനെ. അതുകൊണ്ട് അവർക്ക് ഇതൊരു എപ്പോഴും ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. ഇപ്പൊ ഈ നിവിൻപോളിയൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവോ? അവരുടെയൊക്കെ ചങ്ക് തകർന്നു പോകുന്ന തോന്നുന്നത്. അവര് നല്ല രീതിയിൽ അഭിനയിച്ചൊരു സ്ഥലം ഇങ്ങനെ കാണുമ്പോ. പിന്നെ പുള്ളി ഇനി പാലോ നോക്കി നടക്കാൻ പോയാലോ? അതല്ല, എന്നാലും ഇവിടെയൊക്കെ തുണിയൊക്കെ ആൾക്കാർ ആലോചിച്ചെന്ന് വെച്ചാലേ പ്രേമ സിനിമയുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ ആയിരുന്നു ഈ പാലം. ഭാഗ്യ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മതിയോ? ഭയങ്കര എന്താ പറയാ, എല്ലാരും ഓർത്തിരിക്കുന്നതും ഇനി ഒരിക്കൽ എത്ര നാള് കഴിഞ്ഞാലും ഇതിന്റെ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഇവിടെ ഉണ്ടാവും. പ്രേമത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു ലൊക്കേഷൻ. സത്യം. വേറെ ഒരു സിനിമയിലും വേറെ ഏത് സിനിമ വന്നാലും എനിക്കൊന്ന് പ്രേമത്തിൽ മാത്രമേ ഈ സിനിമ അറിയപ്പെടൂ. അതെ ശരിയാണ്. എനിക്ക് ഇതിലൂടെ ഒരു സൈക്കിൾ ഓടിച്ച് നടക്കാൻ തോന്നുന്നു. നിവിൻപോളി ഓടിച്ച് നടക്കണോ? സൈക്കിൾ ഓടിച്ച് പോവാൻ തോന്നുന്നു. പറയാൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അടുത്ത സ്ഥലങ്ങൾ കാണണ്ടേ? അടുത്ത സ്ഥലം കാണണം. ആ സ്റ്റെപ്പിനേക്ക് ഓടി കയറണ എന്റെ ആ ജോർജിനെ ഓർത്ത്. നിവിൻപോളി ഒരു കാലത്ത് ക്രഷ് ആയിരുന്നില്ലേടാ നമ്മുടെയൊക്കെ. എന്നുവെച്ചാ പെൺകുട്ടികളുടെ. ഇതാണ് ഫേമസ് സ്റ്റെപ്പ് അല്ലേ? അതെ. നിവിൻപോളി സൈക്കിളും എടുത്ത് ഓടിയിട്ട് എന്താ പറയാ, മേരിയുടെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് നടക്കുന്ന ആ ഒരു സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ ആ ഒരു സീൻ തന്നെ രസമായിരുന്നു. അപ്പോ ഈ വഴിയാണ് സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വരിക ചെയ്തേ അല്ലേ? നമ്മൾ ആ സമയം നമുക്ക് മനസ്സിലാവത്തില്ലേ സൈക്കിളിന് പോകാനുള്ള വഴിയായി സൈഡിൽ കിടക്കുന്നതൊക്കെ ഉള്ളത്. അതെ ഞാൻ വിചാരിച്ചു ഈ സ്റ്റെപ്പിലൂടെ കൊണ്ടുവന്നേന്ന്. സത്യം പറഞ്ഞാ നമ്മള് ഒരു 10 കൊല്ലം പുറകോട്ട് പോയവരുണ്ടല്ലേ ശരിക്കും. ബോബി ഈ സ്റ്റെപ്പ് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞത് എത്ര സ്റ്റെപ്പ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്? 10-40 ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും സമയങ്ങളല്ലേ അവരെ ഈ സൈക്കിളും കൊണ്ട് സ്റ്റെപ്പ് കയറണം. സൈക്കിളും കൊണ്ട് ഓടി കയറും. അത് പിന്നെ പ്രണയമല്ലേ, മേരിയോടുള്ള പ്രണയം കൊണ്ടാണ് ജോർജ് ഇത്രയും സ്പീഡിൽ ഓടി കയറിയത്. എന്നുവെച്ചാ ആ ഗോബൂസ് ചായക്കട ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പോവാം. അത് സെറ്റ് ഇട്ടതാണ്, ഒറിജിനൽ വേറെ ഉണ്ട്. അപ്പൊ ആ ഒരു ചായക്കടയിൽ നിന്ന് മേരിയെ കാണാൻ പറ്റിയില്ല. ഈ ഗോബൂസിലായിരുന്നു പണ്ട് നിവിൻപോളിയൊക്കെ ശരിക്കും. അതെ തന്നെ. ആ ഗോബൂസ് എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ചായക്കടയിലാണ് ഇപ്പോഴും നിവിൻപോളി പോവാറുണ്ടെന്നാണ് പറയുന്നത്, കേട്ടത്. നേരത്തെ പറഞ്ഞല്ലോ, ആൾക്കാര് പറയുന്നൊരു ഇതാണ്. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പോവാം, ഗോബൂസിലേക്ക് പോവാം. ആ സെറ്റ് ഒക്കെ കാണാം, ട്യൂഷൻ സെന്റർ കാണാം. ഓക്കെ അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങാം. സ്റ്റെപ്പ് എണ്ണണമെന്നുണ്ടായി, എണ്ണിയില്ല. ഇതെത്ര ചാടിക്കടന്നവനാണ് ഈ കേക്ക്. ജോസല്ല, വിൻഷ മോഹൻദാസ്. അയ്യോ, ഇത് പൂവുണ്ടായിരുന്നു എന്റെ തലയില്. അപ്പൊ ഇതാണ് ആ പാലത്തിനടിയിലുള്ള ചായക്കട അല്ലേ? അതെ, പ്രേമത്തിൽ കാണിച്ചോണ്ടിരുന്നത്. പ്രേമത്തിൽ അവരുടെ ആ ഒരു വൈബ് കേന്ദ്രം. പാലം കഴിഞ്ഞ ഗോബൂസ് ആണ്. ആദ്യം ആ സിനിമയില് നിവിൻപോളിയുടെ വീടാ കാണിക്കുന്നത്, ജോർജിന്റെ. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഗോബൂസ് ചായക്കടയിലാണ്. ഈ പടികളിലൂടെയാണ് മേരി ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നത്, ഇറങ്ങുന്നത്. അവർ ഇരുന്ന് വായി നോക്കുന്നത് ഇവിടെ. പക്ഷെ ഇത് സെറ്റ് ആയിരുന്നു മൊത്തം. ഇവിടെ ഒരു കോളിംഗ് ബൂത്ത് ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ സെറ്റ് ആയിരുന്നു. എല്ലാം സെറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവില്ലല്ലേ ശരിക്കും. ഫാബ്രിക്കേഷൻ കട. ആ ചേട്ടനോട് ഞാൻ സംസാരിച്ചായിരുന്നു നേരത്തെ. അപ്പൊ അവര് 5 ദിവസത്തേക്ക് എന്തോ ഷൂട്ടിന് കൊടുത്തായിരുന്നു. 5 ദിവസം കൊണ്ടാണ് അതെല്ലാം ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞു. പക്ഷെ കണ്ട ഇപ്പൊ മനസ്സിലാവില്ല. ഈ ഓട് മാത്രം ഒരു പഴമയുണ്ട്, ബാക്കിയൊക്കെ ഭയങ്കര ഹൈടെക് ആയിപ്പോയി. അത് കാണുമ്പോ ഒരു വലിയ കടയുമായിരുന്നു. അതെ, അത് കാണുമ്പോൾ വലിയ കടയായിരുന്നു. എനിക്കൊന്ന് അതിനകത്ത് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ
പലർക്കല്ല ഈ സ്നാക്സ് സാധനങ്ങൾ ഇട്ട് വെച്ചിരുന്ന ഓരോ ഡബ്ബകളുണ്ട്. അപ്പൊ അതിലെ കൂടെ ഭയങ്കര സൂം ചെയ്ത് കുറെ സീനുകളുണ്ട്. എല്ലാം എന്നിട്ട് മേരി പറയുന്ന വെറുതെ ഓരോന്ന് വെച്ചിട്ട് മനുഷ്യനെ കൊതിപ്പിക്കാൻ. നാരങ്ങ മിഠായാണ് മേടിക്കുന്നത്. നാരങ്ങ മിഠായി ഉണ്ട്, പിന്നെ മറ്റേ ജീരക മിഠായി പോലത്തെ ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടെ ഇവിടെ വന്ന് വായി നോക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇവര് നാരങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആ ചേട്ടൻ ചോദിക്കും കസ്കസ് ഇടണമെന്ന്. അപ്പൊ ഇവര് അത്ഭുതത്തോടെ കസ്കസോ അതെന്ത് സാധനം? കസ്കസ് ഇല്ലേ? ഉണ്ടല്ലോ, വേണോ? എന്താണ് ഈ കസ്കസിലുള്ളത്? എടാ കസ്കസ് ഇട്ട് ഞാൻ ഭയങ്കര കൂളോ. ഈ കൊന്ത പള്ളിയൊക്കെ നല്ല ഐഡിയ ആണ്. എന്നാ ഇട്ടോളാൻ പറയും. അപ്പൊ നമുക്കും ഒരു കൗതുകം ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടൊക്കെ ആയിട്ട് കേൾക്കുന്നത് കസ്കസിന്റെ പരിപാടി. അങ്ങനെ അത് അവർ പിന്നെ ആവശ്യത്തിന് അപ്പൊ ഇതാണോ കസ്കസ് എന്ന് പറഞ്ഞ് പിന്നെ നല്ലപോലെ വാങ്ങിച്ചു നാരങ്ങളും അടിക്കും. അപ്പൊ ആ രംഗം എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഈ സ്ഥലത്താണ്. ഗോപി, അപ്പൊ നമ്മള് പ്രേമം സിനിമയിലെ പാലം കണ്ടു, അതുപോലെ ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഗോബൂസ് ടീ ഷോപ്പ്, അതിന്റെ വിഷ്വലും നമ്മൾ എടുത്തു. ആ ശരിക്കും ടീ ഷോപ്പ് എവിടെയാ ഉള്ളത്? അതിന്റെ മുന്നിലല്ലേ നമ്മളിപ്പോ? അതെ, നമ്മളിപ്പോ പുറകെ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് ശരിക്കുള്ള ഗോബൂസ് ടീ ഷോപ്പ്. അപ്പൊ ഇതിനെ ആസ്പദമാക്കിയാണ് അവര് അവിടെ ഒരു സെറ്റ് ഇട്ടേക്കുന്നത്. അൽഫോൺസും നിവിനും സിജു ഒക്കെ പണ്ട് എല്ലാവരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പൊ ഇതിനെ ഓർമ്മയ്ക്കായിട്ടാണ് അവിടെ ഗോബൂസ് അതിനുള്ള പേര് കൊടുത്തിരിക്കുന്നത്. കാരണം അവരൊരു ആത്മബന്ധമുണ്ട് ഈ ഒരു കടയുമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോബൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരും ഈ ടീ ഷോപ്പ് തന്നെ അവിടെ ഒരു സെറ്റ് ഇട്ടത്. അവിടെ നിന്ന് കുറച്ച് ദൂരമാണിത്, അതുകൊണ്ടാണ് അവിടെ ഒരു സെറ്റ് ഇടാൻ കാരണം എന്നാ തോന്നുന്നത്. ഈ ചേട്ടൻ പറഞ്ഞ 35 വർഷമായിട്ട് ഉണ്ട് ഈ കട. ആദ്യമൊക്കെ ഇവർ സ്ഥിരമായിട്ട് വന്നിരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് വരാറില്ലെന്നാ പറഞ്ഞത്. അതെ. അപ്പൊ നമുക്ക് ഈ ചായക്കടയുടെയും ഇവരെല്ലാം ഇവിടെ വരുന്നതിന്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് പുള്ളിയോട് ചോദിച്ചറിയാം. അവര് പണ്ട് പഠിക്കണ കാലം മുതലേ ഇവിടെ കടയിൽ വന്നുകൊണ്ടിരുന്നതാണ്. ഒരു 2000 മുതൽ അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ 2018 വരെ അവരിവിടെ ഓൾറെഡി എപ്പോഴും നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ പണ്ട് ദിലീപേട്ടനെ കാണാനായിട്ടാണ് അവരിവിടെ വന്ന് ചർച്ചകളും കാര്യങ്ങളും. അന്ന് പാലമൊന്നുമില്ല ഇവിടെ, പണ്ട് ഇതായിരുന്നു, കടത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പുഴക്കടവിൽ പോയിരിക്കും. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ വന്നിരുന്ന് അവരെ സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്യലും അതൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഗോബൂസ് ടീ ഷോപ്പ് എന്താ സെറ്റ് ഇടാൻ കാരണം? ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാഞ്ഞപ്പോ എന്താ വെച്ചാൽ ഇവിടെ ആദ്യം ഫസ്റ്റ് അവർ ഇവിടെ നോക്കിയിരുന്നേ. എന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടം ആകുമ്പോൾ പിന്നെ 2015 ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ പുതിയ മോഡൽ വണ്ടികൾ, പിന്നെ ഗസ്റ്റ് ഹൗസ് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ സൈഡിൽ സെറ്റ് ഇടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ കടയുടെ പേര് ഇട്ടിട്ട് പഴയ പോലെ ഇപ്പം അൽഫോൺസും നിവിനും ഒക്കെ ഇവിടെ തിരിച്ചു വരാറുണ്ട്. നിവിനിപ്പോൾ വർഷങ്ങളായി ഞാൻ കണ്ടിട്ട്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം നിവിൻ വന്നിട്ടില്ല. അൽഫോൺസ് ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് ഇവിടെ മറ്റേ വാഴയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ അൽഫോൺസ് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 ദിവസത്തെ ഷൂട്ടിങ്ങിന് ഇവിടെ വന്നപ്പോൾ അൽഫോൺസ് അപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ വന്നു. പിന്നെ മറ്റേ കിച്ചു വരാറുണ്ട് ഇവിടെ, ശബരീഷ്, ഷറഫ്, സിജു വിൽസൺ, പിന്നെ മോസിൻ ഉണ്ട്. അവിടെയുള്ള ടീം കംപ്ലീറ്റും ഇവിടെ വെച്ചുള്ള പിള്ളേരുകളെ വെച്ചിട്ടാണ് സിനിമ. അതിൽ പിള്ളേർ പുതുമ എന്ന് പറയാനായിട്ട് ആ പെൺപിള്ളേരുകളും പിന്നെ 1-2 പേര് മാത്രം നേരിട്ട് പരിചയമുള്ള ആളുകളായിരുന്നു. ഇവര് പഠിക്കണ, അതായത് ഇവര് 16-17 വയസ്സ് മുതൽ ഇവരിവിടെ കടയിൽ വന്നുകൊണ്ടിരിക്കുന്ന പിള്ളേരുകളായിരുന്നു. അവര് സിനിമ ഇതായിട്ട് വന്നിട്ട് ഇവരിട്ട് അങ്ങനെ ഒരു ടീമായി ഇവിടെ വന്ന് എല്ലാവരും വന്ന് ചർച്ചയ്ക്ക് ഒരു സ്ഥലം നമ്മുടെ. അപ്പം നമ്മളിതിനിവിടെ അങ്ങനെ നമ്മൾ വേറെ ഒന്നും പറയാമല്ലോ, ഇവർ വന്നിരിക്കുക ബാക്കിൽ ടേബിളിൽ വന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്ത് പിന്നെ ഞങ്ങളായിട്ട് ഭയങ്കര കൂട്ടായി നമ്മുടെ കടയിലായാലും അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നിവിനൊക്കെ വന്ന് ഇതിൻ്റെ അകത്ത് കടയിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ, നേരം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമൊക്കെ. പിന്നെ അതിനുശേഷം പിന്നെ പ്രേമം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പിന്നെ ഇതായി, പിന്നെ സിനിമകളൊക്കെ വന്നു. പിന്നെ വരുമ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡിൽ ഇവിടെ ഇതുണ്ട്, അവിടെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ ആൾക്കാർ പിന്നെ എല്ലാവർക്കും സെൽഫി എടുക്കണം എന്നുള്ള പ്രശ്നങ്ങൾ. നേരം ഷൂട്ട് ചെയ്ത് നേരവും ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിക്ക് എന്തായിരുന്നു ശരിക്കും ഇഷ്ടം? ഇവിടെ വന്നിട്ട് എന്താ ആദ്യം കുടിക്കുന്നത്? നിവിൻ പോളി എന്ന് വെച്ചാൽ ഒന്നാമത്തെ നിവിൻ പോളിയുടെ വീട് അക്കര സൈഡാണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവര് ഫ്രണ്ട്സുകളൊക്കെ ഇവിടെയാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ അവരിങ്ങനെ വന്ന് അങ്ങനെ ഇതായതാണ്. അലമ്പായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെ അലമ്പൊന്നുമില്ല. അവര് നമ്മളായിട്ട് വളരെ ഇതായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതൊക്കെയായിരുന്നു. അവരുടെ ഉണ്ണിച്ചേട്ടനാണല്ലേ? അവരൊക്കെ ഉണ്ണിച്ചേട്ടനാണ്. അന്നാണോ ആദ്യമായിട്ട് എനിക്ക് കസ്കസ് ഒക്കെ ഇത്ര ഹിറ്റ് ആക്കുന്നത്? ഞാൻ പോലും പ്രതീക്ഷയില്ല ഈ കസ്കസ് ഇങ്ങനെ ഹിറ്റാവുന്നത്. പക്ഷെ അവര് പിന്നെ പറഞ്ഞാൽ ഫിലിമില് നമുക്കൊരു ഇത് വേണം, അപ്പൊ ഉണ്ണിച്ചേട്ട കസ്കസ്. അപ്പൊ അങ്ങനെ ഞാൻ ജാറിൽ അങ്ങനെ കസ്കസ് ഒക്കെ ഇട്ട് അങ്ങനെ ഇതാക്കിയാണ് കസ്കസ് അങ്ങനെ ഇത്ര ഹിറ്റാവാൻ കാരണം. പ്രേം ഒരുപാട് പേരുടെ ജീവിതം മാറ്റി, ആ പാലമാണെങ്കിലും അപ്പൊ ഉണ്ണിച്ചേട്ടനും ഒരുപാട് ജീവിതം മാറ്റി. അതുപോലെ കുറെ ദോഷങ്ങളും ഉണ്ട് ആ പ്രേമം പാലം എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് പിന്നെ പിള്ളേരുകൾ ഒരുപാട് ചുറ്റിക്കറങ്ങലും കാര്യങ്ങളും, അതൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഭാഗത്ത്.
അതുകൊണ്ടാണ് ആ പാലം അവിടെ പൂട്ടലൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം അതൊക്കെ പോയി, താഴത്തെ ആ കടയൊക്കെ പൊളിച്ചു പോയി എന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ ഗോപൂസ് ടീ ഷോപ്പ് ഭയങ്കര അതിലെ ഒരു എല്ലാരും വായി നോക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കോഴിക്കട എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ കോളേജൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പിള്ളേരൊക്കെ പോകുമല്ലോ. അപ്പം അങ്ങനെ അതൊരു ടൈം പാസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഇത്. മീൻപോളിയൊക്കെ വായിലൊക്കെ നോക്കുക. ഇല്ല മീൻപോളിയൊന്നും വായില നോക്കില്ല. അവര് വന്നു കഴിഞ്ഞാൽ അവൻ മലർവാടിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ്. ആ സമയത്ത് അവൻ്റെ കാല് ഫ്രാക്ചർ ആയിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പിള്ളേരെ കൂടി പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇതിന് കൊണ്ടുപോയത്. അങ്ങനെ പിന്നെ അതിൽ കിട്ടി. പിന്നെ അതിനുശേഷമാണ് നേരം വന്നേന്ന് തോന്നുന്നു. ജീവിതം അങ്ങ് മാറി. ഇനിയിപ്പം പുതിയ പുതിയ സിനിമകൾ പിന്നെ ഒരുപാട് സിനിമകൾ രക്ഷപ്പെട്ടെ അവര് നമ്മള് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അൽഫോൺസ് പുത്രനായാലും ഭയങ്കര ഇപ്പൊ അഭിനയവും നല്ല അഭിനയം 2 ഫിലിം അഭിനയിച്ചു. പോരനോടി ഞാൻ ഇറങ്ങേണ്ട ഭയങ്കര വണ്ടിയിലൊക്കെ ഒരു ഇതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഷർഫും രക്ഷപ്പെട്ടല്ലോ. ഗിരിരാജൻ കോഴി നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ്. അവൻ ആ സമയത്ത് ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല, അവനറിയത്തില്ല സിനിമ. പിന്നെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിരുന്ന് അങ്ങനെ ഇതാക്കിയാണ്. നേരത്തിൽ ചെറിയ റോളാന്തോ കൊടുത്തിരുന്നു, പക്ഷെ പ്രേമത്തിൽ അവൻ ക്ലിക്കായി. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. പിന്നെ സിജു വിൽസനായാലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് പേരുണ്ട് പറയാനാണെങ്കിൽ. അൽത്താഫ് മറ്റേ ജൂഡ് ആൻ്റണിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ മെയിനായും അവരെ കഥ എങ്ങനെയും ദിലീപേണ്ണെ കേൾപ്പിക്കണം. അങ്ങനെ ഒരു ആ സമയത്ത് കിട്ടിയില്ല. പിന്നെ ഇത് കിട്ടി. എല്ലാവരും ഇപ്പോൾ അവരായിട്ട് ദിലീപേണ്ണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ചേട്ടന്റെ മക്കളാണല്ലേ എല്ലാരും? അത് വലിയ പ്രായമുണ്ട്. എനിക്ക് ഇപ്പം 53 വയസ്സായി. ഞാനൊരു 10-20 കൊല്ലമായി അവരായിട്ട്. 20 അല്ല 25 കൊല്ലം ആവാറായി. പിന്നെ അതിനുശേഷം പിന്നെ സച്ചിൻ ഗോപു ഇവിടെ വരാറുണ്ടായിരുന്നു. സച്ചിനില്ലേ, അവനും പിന്നെ ഇവരൊക്കെ വന്നതിന് ശേഷമാണ് അവൻ വന്നത്. അങ്ങനെ പിന്നെ അവനും അത്യാവശ്യം കുഴപ്പമില്ല, വർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ സെലിബ്രിറ്റീസും വരുന്ന ഒരു കടയായതല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഗസ്റ്റ് ഹൗസിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പൊക്കെ. ഇപ്പോഴാണ് കൊടുക്കാതിരുന്നത്. പണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ടർമാർ എല്ലാവരും, ഒരുപാട് ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ടാവും. പിന്നെ ആക്ടർമാരായാലും അവരൊക്കെ ഇവിടെ പണ്ട് ഇവിടെ ആയിരുന്നു. മറ്റേ ദിലീപേണ്ണ പണ്ടത്തെ ഒരു 4 വർഷത്തിൻ്റെ പടം ഉണ്ടല്ലോ, സുരേഷ് ഗോപിയൊക്കെ ആയിട്ട്. അല്ലല്ല, ദിലീപ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കയറിയത് ഒരു സോഡ ഫാക്ടറി ഒക്കെ ആയിട്ട്, ഇന്ദ്രൻസ് നാദർഷയൊക്കെ ആയിട്ട് അതിവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ അപ്പം അവരൊക്കെ ഇവിടെ വരുമായിരുന്നു. പിന്നെ അത്യാവശ്യം ഒരുവിധം എല്ലാവരും ഇവിടെ വന്ന് കയറി പോയി. ദിലീപേട്ട എൻ്റെ മൂത്തേൻ്റെ ക്ലാസ്മേറ്റാണ്. ഞാൻ ചെറുപ്പം പോലെ അറിയണം ദിലീപേട്ടനെ. അങ്ങനെയുള്ള പരിചയമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ നൈബറായതിൻ്റെ പേരിൽ ഇതിൽ പോകുമ്പോൾ ഹായ് പറയും. ആദ്യമൊക്കെ കടയിൽ വരുമായിരുന്നു എന്തെങ്കിലും ഇതൊക്കെ ആവശ്യം. ഇപ്പം അങ്ങനെ ഇല്ല, കുഴപ്പമില്ല. എല്ലാവരും തിരക്കിലാണ്. കട ഇങ്ങനെ തന്നെ നന്നായിട്ട് പോട്ടെ. ഇനി ഒരുപാട് സിനിമയിൽ വരട്ടെ. അതെ തീർച്ചയായിട്ടും. ഇനി മുമ്പോട്ട് ഇതുപോലുള്ള സിനിമ ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കടയായി മാറട്ടെ. ഇവരൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പിന്നെ ഓരോ ചാനലുകളിൽ നമ്മളെ കുറിച്ച് പറയുമ്പോഴാണ് ഓരോരുത്തർ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ പിള്ളേർ ഇവിടെ നമ്മുടെ കട കാണാനായിട്ട് വരാറുണ്ട്. കാസർഗോഡ് നിന്നും ഇവിടെ നിന്നൊക്കെ പിള്ളേരുകൾ. പിന്നെ ഒരുപാട് പിന്നെ ഒരുപാട് ഈ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുന്ന പിള്ളേരുകൾ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്പ്ലിറ്റ് ആയെങ്കിലും അവർ പലരും ഓരോരുത്തർ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒരുമിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അവർ ക്യാമറമാനും പിന്നെ എഡിറ്റിങ്ങും അങ്ങനെയുള്ള പിള്ളേരുകളുണ്ട്. ഒരുപാട് പിള്ളേർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് അതിലൊക്കെ പറയും. പിന്നെ കുറച്ച് പേരും കൂടി രക്ഷപ്പെടാനുണ്ട്. അതുകൂടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സന്തോഷം. ഭവൻ എന്നാണ് ഈ വീടിൻ്റെ ശരിക്കും പേര്. അപ്പം ഈ വീട്ടിൽ നമ്മളിപ്പോൾ വന്നിട്ടാണ്, ഇപ്പോൾ അടച്ചിട്ടിട്ടാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 പേരാണ് താമസിക്കുന്നത്. ഈ ഒരു സീനാണ് ആദ്യം കാണിക്കുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ, പ്രേമം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്ന സീന് മേരിക്ക് കത്തെഴുതുന്നതാണ്. ജോർജ് മേരിക്ക് കത്തെഴുതുന്ന സീനാണ്. അപ്പോൾ മീൻകാരി ചേച്ചി വരുന്നു. അപ്പം ചാളയുണ്ട്, അയലയുണ്ട്, ഏത് മീനാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിവിൻ പോളി പറയുന്നത് ചാളയാണെന്ന് അറിയാലോ, പിന്നെ എന്തിനാ ഈ പറയുന്നതെന്ന് അമ്മച്ചിയോട്, എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അമ്മച്ചിയോട് ചോദിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചാള 4 എണ്ണം മൊരിഞ്ഞത് പൊരിച്ചത് എനിക്ക് വേണമെന്നൊക്കെ പറയുന്ന ആ ഒരു സീൻ ഇവിടെ നിന്നാണ്. പിന്നെ കത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചുരിദാറിൻ്റെ കളറൊക്കെ എഴുതുമ്പോൾ വെട്ടി കളഞ്ഞ് പിന്നെ വീണ്ടും കത്തെഴുതുന്നതൊക്കെ ഈ വീട്ടിൽ വെച്ചാണ്. ആ ഒരു ജനലുണ്ട്, ആ രണ്ടാമത്തെ ആ ജനലിൽ നിന്നാണ് നിവിൻ പോളിയെ കാണിക്കുന്ന ആ ഒരു സീനുള്ളത്. ഫസ്റ്റ് സീനിൽ ഒരു ചിത്രശലഭം ഇങ്ങനെ പാറിപ്പോന്നു, നിവിൻ പോളി ഇങ്ങനെ കത്തെഴുതുന്നു, ജനൽ തുറന്നിട്ടിട്ട് നിവിൻ പോളിയുടെ ആ ചിരിച്ച മുഖം, ആ ഒരു ജനലാണ്.
അപ്പം ഈ ഒരു വീട് ഭയങ്കര എടുക്കണം തോന്നി. ഈ പ്രേമ സിനിമയുടെ ലൊക്കേഷനിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ളതാണ്. ശരിക്കും ഈ വീടിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രേമ സിനിമയിലെ അതേ രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം ഇവിടെ 1 മാസത്തോളം ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ വീട്ടിൽ. പക്ഷേ വീടിൻ്റെ രംഗങ്ങൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ 1 മാസത്തോളം ഷൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നിവിൻ പോളിയുടെ സുഹൃത്താണ്. നിവിൻ പോളിയുടെ സുഹൃത്ത് നിവിൻ പോളിയുടെ സുഹൃത്താണ്. ഒരു ഓറഞ്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ഗൈസ്. പ്രേമത്തിന്റെ ഈ ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പൊ വീട്ടിൽ നമ്മൾ വന്നു, പാലം കാണാൻ പോയി, കുറെ ടീ ഷോപ്പ്, അങ്ങനെ ചായക്കട നമ്മൾ കണ്ടു. അപ്പം പ്രേമം നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ശരിക്കും. ഇതിനൊരു സെക്കൻഡ് പാർട്ട് പോലൊരു ഭാഗം വരുമായിരുന്നെങ്കിൽ ഒരുപാട് നന്നായി. അതെ, എങ്ങനെയാണ് ജോർജിന്റെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട്, സെലിനുമായിട്ടുള്ള മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ മുമ്പോട്ട് പോയെന്നൊക്കെ ഉള്ള രീതിയിൽ സെക്കൻഡ് പാർട്ട് വരുമായിരുന്നു നൈസായിരിക്കും. അതിനുള്ള ഒരു ശ്രമം ചിലപ്പോൾ നടക്കുമായിരുന്നെങ്കിൽ നന്നായി. അത് മാത്രല്ല നിവിൻ പോളി ആ പഴയ ലുക്കിലേക്ക് ആയിട്ടും ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ. ഈ ലൊക്കേഷനൊക്കെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി രസകരമായിട്ടൊരു. ഈ ലൊക്കേഷനിലൂടെ പോകുമ്പോൾ നമുക്ക് ആ സിനിമയിലൂടെ ഒന്നുകൂടി സഞ്ചരിച്ച പോലെ തോന്നുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിനക്കില്ലേ? തീർച്ചയായും. അപ്പൊ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലേ? ഓക്കെ, ബൈ.